കോതമംഗലം കുട്ടമ്പുഴ ഉരുളൻ തണ്ണിയിൽ കാട്ടാന ചവിട്ടിക്കൊന്ന ക്ലാച്ചേരി സ്വദേശി എൽദോസിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ചേലട കുറുമറ്റം സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. എബി ജോൺ തോമസ് ഈ സംസ്കാര ചടങ്ങിന്റെ വിവരങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുകയാണ്. എബി ജോൺ തോമസ്. MS ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇതിന്റെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി 11:30 തന്നെ മൃതദേഹം ബന്ധുക്കൾ കൈമാറിയിരുന്നു. തുടർന്ന് ഏതാണ്ട് 1 മണി സമയം അടുത്താണ് വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത്. ആ സമയം മുതൽ നിരവധിയായിട്ടുള്ള ആളുകളാണ് വീട്ടിൽ എൽദോസിനെ അവസാനമായി ഒരു നോക്കി കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നത്. തുടർന്ന് പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയി അവിടെയും സമാനമായ രീതിയിൽ നിരവധിയായിട്ടുള്ള ആളുകൾ എത്തി അന്ത്യോപചാരം അർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ ആളുകൾ ഇത്രമാത്രം അധികമായി എൽദോസിനെ കാണുന്നതിന് വേണ്ടി വന്നു. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ഈ സംഭവം വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്ന ഒരു കാര്യം കൂടിയായി. അങ്ങനെ നിരവധി ആളുകൾ ഈ പ്രദേശത്തുള്ളവർ മാത്രമല്ല, അതിന് പുറത്തുനിന്നുള്ള നിരവധിയായിട്ടുള്ള ആളുകളും ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയാണ് സമയം ഇത്രമാത്രം നീണ്ടുപോകുന്ന ഒരു സാഹചര്യം. അല്പസമയം മുമ്പാണ് ചേലാട് സെമിത്തേരിയിൽ ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നത്. ഒപ്പം തന്നെ കോതമംഗലത്ത് നിലവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ കൂടി നടക്കുന്ന ഒരു സാഹചര്യമാണ്. DFO ഓഫീസിലേക്കുള്ള മാർച്ച്, ബഹുജന മാർച്ച് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു തരത്തിലുള്ള പാർട്ടി വ്യത്യാസവും ഇല്ലാതെ നിരവധിയായിട്ടുള്ള ആളുകളാണ് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ ഒരു പ്രതിഷേധത്തിൽ ആളുകൾ പങ്കെടുത്തുകൊണ്ട് അവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം ഒരുക്കി തരണം, അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി തരണം എന്നുള്ളതാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസം എൽദോസ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു വഴിവിളക്ക് പോലും ഇല്ലാത്ത സ്ഥലമായിരുന്നു അത്. അവിടെ വഴിവിളക്ക് വേണം, ഒപ്പം തന്നെ കെട്ടി സംവിധാനം ഏർപ്പെടുത്താൻ തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ പലകുറി ഈ നാട്ടുകാർ പറഞ്ഞിട്ടുള്ളതാണ്. 2 ദിവസം മുമ്പാണ് കാട്ടാന കുത്തിമറിച്ചിട്ട ഒരു പന ദേഹത്ത് വീണ് വിദ്യാർത്ഥി മരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായത്. അതായത് 3 ദിവസങ്ങളിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പൊലിഞ്ഞത് 2 വിലപ്പെട്ട ജീവനുകളാണ് എന്നുള്ളതാണ്. ഇതിനു മുമ്പും സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള കാട്ടാന ആക്രമണങ്ങൾ, കൃഷി നശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ, കാട്ടാന ഭീതിയിൽ തന്നെ ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ കുട്ടമ്പുഴ കോതമംഗലം പ്രദേശത്തുള്ള ആളുകൾക്കുള്ളത് എന്നുള്ളതാണ്. ആ നിലയ്ക്ക് നിരവധിയായിട്ടുള്ള തവണ ഇവർ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധികാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ എത്തിയിരുന്നു. പക്ഷേ ആ സമയങ്ങളിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിന് തന്നെ മൂർച്ച കൂട്ടാനുള്ള കാരണം. ഇന്നലെ നമ്മൾ കണ്ടത് 7 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധങ്ങളായിരുന്നു. അതിനുശേഷമാണ് ഇവർ തരത്തിൽ മൃതദേഹം പോലും അവിടെ നിന്ന് എടുത്തു മാറ്റാൻ ആളുകൾ സമ്മതിച്ചത് എന്നുള്ളതാണ്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. എൽദോസിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപയാണ് സർക്കാർ ഇപ്പോൾ നഷ്ടപരിഹാരമായി നൽകിയിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ഡ്രഡ്ജിംഗ് സംവിധാനം നടത്തും, അവിടെ അത്തരത്തിൽ കിടങ്ങുകൾ ഉണ്ടാക്കും എന്നുള്ള ഒരു കാര്യം ഉറപ്പ് നൽകിയിരുന്നു. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഫെൻസിംഗ് സംവിധാനം ഏർപ്പെടുത്തും. അത് 21-ാം തീയതി ആയിരിക്കും അതിന്റെ നടപടികൾ ആരംഭിക്കുക. ഒപ്പം ഇതിന്റെ ഇത്തരത്തിലുള്ള നടപടികളൊക്കെ ഏത് വിധേന നടക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചൊരു വിശകലനം നടത്തുന്നതിനായി 27-ാം തീയതി ഒരു യോഗവും കളക്ടർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. MS